ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, വേറൊന്നുമല്ല. എനിക്ക് യൂട്യൂബ് പറഞ്ഞത് ബിജു കൃഷ്ണൻ എന്ന് പറഞ്ഞത് ചേട്ടനാണ് പറഞ്ഞത്. അത് നമ്മൾ ഈ ഫീൽഡിലൊക്കെ വരുന്നത് തന്നെ. അപ്പോൾ എനിക്ക് യൂട്യൂബിലെ വീഡിയോ എടുക്കാനും ഇതൊക്കെ പറഞ്ഞു തന്നത്, പിന്നെ പാട്ടിട്ട് തരാനും ഇതൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ. അങ്ങനെ എന്നിട്ട് അല്ലെങ്കിൽ ഞാൻ ഇത് ഇടുന്നില്ല എന്നാലും പറഞ്ഞു എനിക്ക് ഞാൻ ഇതൊക്കെ യൂട്യൂബുണ്ട് എന്നൊക്കെ പറഞ്ഞു. എല്ലാണോ അത് തന്നെ പറഞ്ഞു. പിന്നെ ചിലർ പറഞ്ഞു അതിൽ കൂടെ ഇടാത്തതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഈ ചേട്ടനും പറഞ്ഞു അവർ തിരുവനന്തപുരം കഴിഞ്ഞുള്ളതാണ്, അവർക്കൊക്കെ അങ്ങനെ അസൂയുള്ളതല്ല. പക്ഷേ കാസ്റ്റൊക്കെ അത് തന്നെ. പക്ഷേ അവർക്കൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. പക്ഷേ ഇവിടെ തന്നെ ഇങ്ങനെ അവരൊക്കെ എന്തെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എനിക്കിതെല്ലാം പറഞ്ഞു തരും. എന്നിട്ട് ഇതൊക്കെ വേറെ ഇതിൻ്റെ എല്ലാം സെറ്റിങ് എല്ലാം പറഞ്ഞ് വേറെ ഇതൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് നമുക്കിതൊരു ഈ പാട്ടൊക്കെ ഇടുമല്ലോ, അപ്പോൾ അതൊക്കെ പറഞ്ഞു തരാൻ പറഞ്ഞു. പിന്നെ അത് തന്നെ അങ്ങ് കാണാൻ പറ്റും. പിന്നെ ഞാനിപ്പം കാണില്ല. പിന്നെ വല്ലപ്പോഴേക്കല്ലേ കാണുള്ളൂ. ഇപ്പോഴങ്ങ് അതുകൊണ്ട് കാണുന്നതുമില്ല. അപ്പം ആ ചേട്ടനാണ് എനിക്കിത് പറഞ്ഞത്. പേര് ഇതിലുണ്ട്. അയാളുടെ ആ ചേട്ടനും പിന്നെ ഈ കഥയോ പാട്ടൊക്കെ എഴുതുന്ന ആൾ തന്നെ. അങ്ങനെ എനിക്ക് ആ ചേട്ടനാണ് പറഞ്ഞത്. ബിജു കൃഷ്ണൻ. ബിജു തന്നെയെന്ന് അറിഞ്ഞൂടാ. ബിജു കൃഷ്ണൻ എന്ന് പറഞ്ഞ ആ ചേട്ടനാണ് എനിക്ക് ഈ യൂട്യൂബിൽ വീഡിയോ ഇടാനും ഇതൊക്കെ പറഞ്ഞു തന്നത്. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ എന്നേ പറഞ്ഞെന്ന് വിചാരിച്ചെന്നറിയാമോ? എന്നുവെച്ചാൽ ആരുടെ വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെയൊക്കെ ഇതിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിടുമെന്നൊക്കെ അറിഞ്ഞൂടാ. അപ്പോൾ എനിക്ക് ഇതിലിടാൻ പറഞ്ഞു തന്നത് ആ ചേട്ടനാണ്.